34ാമത് ഇടുക്കി ജില്ലാ പോലീസ് സമ്മേളനം തൊടുപുഴയിൽ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനം 9/7/2024 ചൊവ്വാഴ്ച തൊടുപുഴയിൽ വ്യാപാര ഭവനിൽ നടത്തപ്പെട്ടു. ബഹുമാന്യനായ ജില്ലാ പോലീസ് മേധാവി IPS വിഷ്ണു പ്രദീപ് മണ്ഡപത്തിൽ പുഷ്പാർച്ചന സമർപ്പിച്ച് പതാക ഉയർത്തി കേരള ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് പോലീസുകാർ അനുഭവിക്കപ്പെടുന്ന നിരവധി പ്രശ്നങ്ങളാണ് ചർച്ചാ വിഷയമായത്. ജോലിഭാരവും സമയക്കുറവുകളുമാണ് പ്രധാന ചർച്ചാ വിഷയമായത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് സംഘടനയുടെ PM ബിജു, യോഗത്തിന് സ്വാഗതം പറഞ്ഞത് സംഘടനാ സെക്രട്ടറി H സനൽകുമാർ. ഉദ്ഘാടനം ബഹുമാന്യനായ IPS വിഷ്ണു പ്രദീപ്, ജില്ലാ പോലീസ് മേധാവി ഇടുക്കി. മുഖ്യപ്രഭാഷണം R സന്തോഷ് കുമാർ, DYSP SGB ഇടുക്കി. ആശംസകൾ ശ്രീ മധുബാബു, DYSP SB ഇടുക്കി. CR ബിജു, സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ശ്രീ മുഹമ്മദ് റിയാസ്, തൊടുപുഴ DYSP. ഉദ്ഘാടന പ്രസംഗം ബഹുമാന്യനായ IPS വിഷ്ണു പ്രദീപ്. ജില്ലാ സമ്മേളനത്തിന് ഉചിതമായ ഒരു കോട്ട് തന്നെയാണ് അനദർ മൈൽ സ്റ്റോൺ വി അച്ചീവ് ടുഗദർ. ആ ടുഗദർ എന്നുള്ള വാക്കിനും കൂടെ നമുക്കൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരുമിച്ച് നടന്നിട്ടാണ്, ഒരുമിച്ച് നിന്നിട്ടാണ് പല രീതിയിലുള്ള എതിർപ്പുകളും മറ്റുമൊക്കെ മറികടന്നുകൊണ്ട് ഈ ഒരു നേട്ടം, ഈ ഒരു മൈൽ സ്റ്റോണോട് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റ് അനേക തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, സേനാംഗത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും ക്വാളിറ്റി ഓഫ് വർക്കും ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള ടെക്നോളജിക്കലായിട്ടും അല്ലാതെയുള്ള ചേഞ്ചസ് ഒരുപാട് വരുന്നു. കുടുംബ ബന്ധങ്ങളിലടക്കം ആ മാറ്റങ്ങൾ കാണാം, കുട്ടികളിലടക്കം ആ മാറ്റങ്ങൾ കാണാം. ശ്രീ മുഹമ്മദ് റിയാസ്, തൊടുപുഴ DYSP. KR ബിജു, DYSP DCRB. ഷാജു ജോസ്, DYSP VACB ഇടുക്കി. അഗസ്റ്റിൻ മാത്യു, DYSP CBCID. ചന്ദ്രശേഖരൻ, സംഘടനാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. KS ഹൗസ് ഓഫ്, സംസ്ഥാന ട്രഷറർ, കേരള പോലീസ് അസോസിയേഷൻ സംഘടനാ ചുമതല. ഈ സൗത്ത് കൊറിയക്ക് പ്രത്യേകതയുണ്ട്. അവിടെ റോബോട്ടിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരുപാട് റോബോട്ടുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. റോബോട്ട് എന്ന രീതിയിൽ അവർ റോബോട്ട്സിനെ വെച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പൊതുവേ റോബോട്ടുകൾക്ക് ഒരു ഫ്ലോർ മാനേജ് ചെയ്യാനാണ് ഒരു റോബോട്ട് വെച്ച് കൊടുക്കുക. കോസ്റ്റ് നൽകിക്കൊണ്ട് ഒരുപാട് ജോലികൾ ഒന്നിച്ച് ഏൽപ്പിക്കുകയാണ്. ഒട്ടനവധി ഫ്ലോർസും അതോടൊപ്പം മറ്റ് ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യൽ, അവരുടെ ആശയം, അവരുടെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്തുക, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു റോബോട്ട് സൂപ്പർവൈസറായിട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഫങ്ഷനിങ് സ്റ്റോപ്പ് ആകും. അതിന് ടെക്നിക്കലായിട്ട് ഇഷ്യൂസ് ആയിരുന്നു കാരണമെങ്കിലും ഇത് ചർച്ചയാവാനുള്ള കാരണം റോബോട്ടുകൾക്ക് പോലും ഇത്രയും വർക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ചില രാജ്യങ്ങളിൽ റോബോട്ടുകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ജോലിഭാരമാണ് ഇന്ന് പോലീസ് ഉത്തരവാദിത്തത്തിൽ സ്റ്റേറ്റിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് R സന്തോഷ് കുമാർ, DYSP. മുഖ്യപ്രഭാഷണം ഇതൊക്കെയാണ് പോലീസിന്റെ ജോലികൾ, ഇതൊക്കെയാണ് പോലീസ് നിർവഹിക്കേണ്ടത്. അതിന്റെ രീതി ഇങ്ങനെയാണ്. അങ്ങനെ മുൻകൂട്ടി ധാരണപ്രകാരമുള്ള ജോലി ചെയ്യാൻ ഒരാൾക്ക് പേടിയില്ല. കാരണം നമ്മുടെ ട്രെയിനിന്റെ ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ട ജോലിയല്ല നമുക്ക് വരുന്നത്. അതിന് തിരിച്ചു കിട്ടി, യുദ്ധം ചെയ്ത് തിരിച്ചു കിട്ടുകയുണ്ടായി. 1 കൊല്ലവും 3 മാസവും ഞാൻ ജോലി എൻ്റെ റാങ്ക് ചെയ്താണെന്ന് എനിക്കറിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതുപോലെ ചെറിയ ചെറിയ ശിക്ഷകൾ എൻ്റെ സർവീസിൽ 2003 ചെറിയ എനിക്ക് ആകെയുള്ളത് 2015 കിട്ടിയ ഒരു 6 മാസം ഇൻക്രിമെൻ്റ് മാറാണ് വിത്തൗട്ട് ക്രിമിനേറ്റ് എഫക്റ്റ്. അതിനുവേണ്ടി 1 കൊല്ലവും 3 മാസവും പോലീസ് ട്രെയിനിങ് PHUവിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്ലാവുണ്ട്, പ്ലാവിനെ വിളിക്കേണ്ടി വരും. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ് KK വിജയൻ.